55 55 4 59 10 69 2 10 പൈസ അതും വെച്ച് മിണ്ടണില്ല പോകുമ്പോ വേണ്ട. ഹലോ ഹലോ അച്ഛനെ അതെന്താണ് ആര്യനാ പേപ്പർ? അത് ഞമ്മടെ എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്? ഭയങ്കര ബുദ്ധിയാണല്ലോ. പോകുമ്പോ അഡ്രസ് ഒന്ന് വരണം കേട്ടാ. പിന്നെ ചായന്റും പറഞ്ഞ പൈസ എന്റെ പറ്റിലെഴുതിക്കോ. പറ്റാ, ഇതൊരു തരം പറ്റിക്കലാണല്ല. അത് വേണ്ട, കാശ് എന്നിട്ട് പോയാ മതി കേട്ടാ. ഞാനല്ല പറയണത്, കാശ് പിന്നെ തരാന്ന്. കോയ ബുക്കിൽ എഴുതിക്കോ. കോയ ഇങ്ങനെ എഴുതിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി കട മയ്യത്താക്കിയത്. ഇനി ബുക്കിൽ എഴുതുന്ന പരിപാടി നോ, നഹി, നിർത്തി. ഇപ്പൊ ഹമീദിക്കല്ല കോയേന് കട നടത്തണത്, മനസ്സിലായ? നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? തന്റെ തലയിൽ വല്ലതും ഉണ്ടാ? ആകെ തലയെക്കെട്ട് മാത്രമല്ലേ ഉള്ളു. പൊന്ന് കോയല്ലേ. വെള്ളിക്കുടമാണ്. കയ്യട് കയ്യട്. സോപ്പിടല്ലേ മതി, മാറ്റോ കൈ. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ഒന്നുമില്ലേ, നിനക്കൊരു പെണ്ണ് ഇട്ടിച്ചേരണ്ടോനല്ലേ ഞാൻ, ചക്കരക്കുട്ട. അതേ സോപ്പിടണ്, പിന്നെ സോപ്പിടണ്. കാശിലി മുണ്ട് ഷർട്ട് അഴിച്ചിട്ട് പോടോ. ഒലക്കര മൂട്. ഷർട്ടും മുണ്ട് ഊരിയൊക്കെ പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങി നടക്കും കാലോണ്ട്. വെറുതെ നാവിട്ട് ഇളക്കല്ല എന്റെ പരീതിക്ക. കൈ കാശിനില്ലേ ബല്ലേരെ ചായപ്പൊടി കയറി വെട്ടി വിരിങ്ങുമ്പോ ഓർക്കണേ. താൻ കാശ് വെച്ചിട്ട് മുണ്ടഴിച്ചോടും. താൻ കാശ് എന്നിട്ട് പോയാ മതി. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും. അത് തരാണ്ട് താൻ ഇവിടുന്ന് ഒരട്ടി വെക്കൂല. അള്ളാണെ വെക്കൂല, അതറിയാ. കോയ പറഞ്ഞതാ. ഇവിടെ നിന്ന് നാണം കെടാതെ ഷർട്ടും മുണ്ടും ഊരി കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ല, ഷർട്ടും മുണ്ടും കൂടെ ആവുമ്പോ വലിയ അടങ്ങാറാ. ഷർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. ഷർട്ടും മുണ്ടും ആണല്ലോ ചോദിക്കണേ. അതോ ഷർട്ട് മാത്രം പോരാ, നമുക്ക് മുണ്ടും കിട്ടണം. ആയിക്കോട്ടെ മുണ്ട്. ഇക്ക വേണ്ട, ചിലപ്പോ അണ്ടർവെയർ ഉണ്ടാവില്ല. അത് ശരിയാണ്. കൊടങ്ങനെ ഒരു ഷർട്ട് ഊരോ. എടോ ഷർട്ട് അയച്ചാൻ അയച്ചോടോ. ഷർട്ട് പറ അയക്കോ മതി. പോടോ, ഇതാ പോകാം. അങ്ങനെ അത് പോകാം. താൻ തിരിഞ്ഞു നോക്കണേ. താൻ പോ, എന്റെ പാട്ടിന് പോ. ചിരിക്കണ്ട. ഒക്കേത്തിനെ നമ്മള് പിടിക്കണുണ്ട്. എന്താ ഇത്ര ഗൗരവമായിട്ട്? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നിനക്കും നിന്റെ ബാപ്പയ്ക്കും. എന്റെ ഭാര്യയായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ജീവിതം മുഴുവൻ കരയാൻ വിധിക്കപ്പെട്ട നിന്നെ കാര്യമില്ലാതെ ഞാൻ സംശയിച്ചു. ഇപ്പോഴെങ്കിലും ആ സംശയം തീർന്നെങ്കിൽ ഞാൻ സംതൃപ്തിയാണ്. ഇതിനൊന്നും ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുകയില്ല. യാതൊരു കാരണവശാലും ആ വീട്ടിൽ കാലുകുത്താൻ പോലും അർഹതയില്ലാത്ത എന്നെ അവിടെ എത്തിക്കാനുള്ള എന്റെ ബാപ്പയുടെ അത്യാഗ്രഹമല്ലേ ഇതിനെല്ലാം കാരണം. നടക്കാവുന്നതേ മനുഷ്യൻ ആഗ്രഹിക്കാവൂ. ശരിയാണ് മോനി പറഞ്ഞത്, 100% ശരിയാണ്. വലിയൊരു തറവാട്ടിലെ അംഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തമായി 10 കാശിന് ഗതിയില്ലാത്ത, ഒരു ജോലിയും ചെയ്യാൻ കൽപ്പില്ലാത്ത, മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കേണ്ടി വന്ന ഞാൻ സത്യത്തിൽ ഒരു വിവാഹത്തിന് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്റെ കുടുംബത്ത് പാത്രം കഴുകിക്കളയുന്ന ചോറുണ്ടല്ലോ, അത് വേണ്ട, എനിക്ക് മരണം വരെ ജീവിക്കാം. പക്ഷേ ഇന്ന് നിന്റെ ബാപ്പയുടെ ഉപ്പും ചോറും തിന്ന് ജീവിക്കേണ്ട ഗതികേടിലായിപ്പോയി. ഇത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിനി ജീവിച്ചിരിക്കണമെന്നൊരു ആഗ്രഹമില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ മുഖം കണ്ടുകൊണ്ട് വേണം എനിക്ക് എന്റെ കണ്ണടയ്ക്കാൻ. ഇല്ല ഉമ്മ, നീ ചെയ്ത ത്യാഗങ്ങൾക്ക് നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുള്ള വഴികളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്ന ഇലാഹി? ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചോണ്ട് വന്നത്?
നിന്റെ അടുത്ത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ലാത്തതുകൊണ്ട്. അതിന് മാത്രം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ എന്താണെന്ന് പറ. ഉമ്മുവിന്റെ നല്ലൊരു ഭാവിയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു സ്ത്രീ ജന്മം മുഴുവൻ ഒഴുക്കേണ്ട കണ്ണുനീര് ഈ ആയുസിനിടയ്ക്ക് തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. ഇനി എൻ്റെ കൂടെ ജീവിച്ചാൽ അത് തന്നെ നൽകാനേ എനിക്ക് കഴിയൂ. മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് അവൾ സുഖമായി ജീവിക്കണം. അതിന് ഈ ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. മാമ തടസ്സം പറയുന്നു. ഉമ്മുവിന് ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? മോളെ മൊഴി ചൊല്ലുന്നെന്ന് കേൾക്കുമ്പോ ഒരു ബാപ്പാടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല മോനെ. നടന്തര തറവാട്ടിലേക്ക് ഉമ്മുവിനെ കെട്ടിച്ചയക്കുമ്പോ അവൾ എങ്ങനെ സുഖമായി ജീവിക്കണമെന്ന് മാമ വിചാരിച്ചുവോ, അതിൽ 10 മടങ്ങ് സുഖമായി ജീവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. അതിന് മാമ മാത്രം വിചാരിച്ചാൽ മതി. എങ്ങനെ? റസാഖും ഉമ്മുമായി ഒന്നിച്ച് ജീവിക്കാൻ മാമ വഴിതെളിക്കണം. മാമ പറഞ്ഞ റസാഖ് സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഉമ്മുവിനെ ഞാൻ മൊഴി ചെല്ലട്ടെ മാമ? എന്റെ മോനെ. ഉമ്മു, കമറു നിന്നെ മൊഴി ചൊല്ലി മോളെ. ഞാൻ വല്ല തെറ്റും ചെയ്തോ ബാപ്പ? ഇല്ല മോളെ, നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ കമറു കണ്ട ഏക മാർഗം ഇതാണ്. നീ വീണ്ടും ഒരു നിക്കാഹ് കഴിക്കാൻ. ഓഹോ, നീ ആ പാട്ട് പാടിയാണാടാ ഈ കുഴപ്പത്തിലൊക്കെ കാരണം. ഉമ്മു, എന്താ കാര്യം? കമറുദ്ദീൻ ഉമ്മുവിനെ മൊഴി ചൊല്ലി അവിടെ നിന്ന് പോയി. എന്റെ റബ്ബേ.